പഴയ പാട്ടുകളെ ഇപ്പൊ ഇങ്ങനെ മോഡിഫിക്കേഷൻ എല്ലാം ചെയ്ത് പുത്തനാക്കാനുള്ള ഒരു ശ്രമമാണല്ലോ മിക്കരും ചെയ്യുന്നത്. റീമിക്സ് ആണോ പറയുന്നത്? റീമിക്സ് മാത്രമല്ല, അല്ലാതെ നമ്മൾ പണ്ട് കേട്ടിരുന്ന ആ ഒരു അതേ ട്യൂണാണെങ്കിൽ കൂടിയും അതിന് ഒരു പുതുമ കൊണ്ടുവരാൻ എല്ലാവരും ശ്രമിക്കുന്നുണ്ട്, എസ്പെഷ്യലി ഇൻഡിപെൻഡന്റ് മ്യൂസീഷ്യൻസ് എല്ലാവരും. അപ്പൊ അതിനെ പറ്റി എന്താണ് രാജലക്ഷ്മി എന്ന് പറയുന്ന സിംഗറിന്റെ അഭിപ്രായം എന്താണ്? അല്ല, എനിക്ക് ഇപ്പൊ ഈ ഇൻഡിപെൻഡന്റ് മ്യൂസിക് എന്ന് പറഞ്ഞ ആ ഒരു ശാഖയൊക്കെ വന്നപ്പോൾ ആ ഒരു മെലഡി തിരിച്ചു വരുന്നുണ്ട് എന്ന് എനിക്ക് തോന്നി. ഭയങ്കരമായിട്ട് ഒരു സമയത്ത് മെലഡിയേ വേണ്ട, എല്ലായിടത്തും ജിങ് 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 ഇങ്ങനെയായി. അപ്പം ഞാനൊക്കെ ഇങ്ങനെ വീട്ടിലിരുന്ന് ഈശ്വര ഞാനെപ്പോഴും അങ്ങനത്തെ ഒരു സ്റ്റൈലാണ്, എപ്പോഴും ലൈറ്റ് മ്യൂസിക്കാണ് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ ആ ഒരു മേഖലയാണ് എൻ്റെത്. പക്ഷെ തിരിച്ചിപ്പോൾ ഇപ്പോൾ ഈ ബാൻഡുകളാണെങ്കിലും അവർ പഴയ പാട്ടുകൾ പുതിയ രീതിയിൽ അവതരിപ്പിക്കുമ്പോൾ അതിനൊരു പോസിറ്റീവ്, നെഗറ്റീവ്സ് ഒരുപാട് ഉണ്ടെങ്കിലും പോസിറ്റീവ് സൈഡ് പറഞ്ഞാൽ പുതിയ കുട്ടികളും ആ പഴയ പാട്ടുകൾ അവരിലൂടെ വീണ്ടും കേൾക്കണം. അപ്പോൾ ഈ മന്ദാരച്ചെപ്പുണ്ടോ എന്നൊക്കെ ഉള്ളത് തൈക്കുടം ബ്രിഡ്ജ് എടുത്തപ്പോഴാണ് അത് ഇങ്ങനെ ചെറിയ കുട്ടികൾക്ക് വരെ പാട്ടറിയാം. അപ്പൊ അവർക്ക് പക്ഷേ ജോൺസൺ മാഷിന്റെ പാട്ടാണെന്നൊന്നും അറിഞ്ഞോട്ടോ, അത് ഭയങ്കര കഷ്ടമാണ്. എന്നാലും ഒരു ജനറേഷൻ വേറെ ജനറേഷനിലേക്ക് എത്തുക എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. പിന്നെ കവേഴ്സ് ഇറങ്ങുന്നുണ്ട് ഒരുപാട്. അപ്പൊ അങ്ങനെ എനിക്കതൊരു പോസിറ്റീവായിട്ട് തോന്നുന്നുണ്ട്.